കേരളത്തിന്റെ ദുരന്ത നിവാരണ ഫണ്ടിൽ പണമുണ്ടെന്ന് ആവർത്തിക്കുകയാണ് കേന്ദ്രം ചെയ്തിരിക്കുന്നത്. വി എസ് രഞ്ജിത്ത് കൂടിയുണ്ട്. രഞ്ജിത്ത്, ഇപ്പോൾ വ്യാപകമായ പ്രതിഷേധമുണ്ട്. കോൺഗ്രസിന്റെ പ്രതികരണം വരുന്നു, സംസ്ഥാനത്തെ മന്ത്രിമാരുടെ പ്രതികരണം വരുന്നു. അതേസമയം BJP അത് വേറെ രൂപത്തിൽ പ്രതികരിക്കുകയും ചെയ്യുകയാണ്. വ്യാപകമായ പ്രതിഷേധമുയരുന്നുണ്ട് ഈ വിഷയത്തിൽ. ഒറ്റക്കെട്ടായി തന്നെ ഇക്കാര്യത്തിൽ പ്രതിഷേധിക്കേണ്ടതുണ്ട്. വയനാടിന് വേണ്ടി, കേരളത്തിന് വേണ്ടി എന്നൊരു പ്രതികരണം ഒരു വശത്ത് വരുന്നുണ്ട്. എങ്ങനെയാണ് അതിനെ BJP പ്രതിരോധിക്കുന്നത്, രഞ്ജിത്ത്? സ്മൃതി, ഉപതെരഞ്ഞെടുപ്പിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഇടതുമുന്നണിയും UDF-ഉം ഇക്കാര്യം വലിയ പ്രചാരണായുധമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വയനാട് ചൂരൽമല ദുരന്തമെന്ന് പറയുന്നത് കേരളം മുഴുവൻ വലിയ ആശങ്കയോടുകൂടി നോക്കിക്കണ്ടതാണ്. അതിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനമുണ്ടായപ്പോൾ കേന്ദ്രത്തിൻ്റെ സഹായം ഉണ്ടാകും, പ്രത്യേക പാക്കേജുകൾ പ്രഖ്യാപിക്കപ്പെടും എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് കേന്ദ്ര സഹമന്ത്രിയുടെ കത്ത് വരുന്നത്. L3 കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്താനാകില്ല എന്നുള്ളത്. ഇത് രാഷ്ട്രീയമായിട്ടുള്ള പ്രതികാരമാണെന്നും കേരളത്തോട് രാഷ്ട്രീയ വിവേചനം കാണിക്കുകയാണെന്നുമാണ് LDF-ഉം UDF-ഉം ആരോപിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇക്കാര്യത്തിൽ രംഗത്തെത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും KC വേണുഗോപാലിൻ്റെയൊക്കെ പ്രതികരണം ഈ ഘട്ടത്തിൽ പരിശോധിക്കപ്പെടണം. കാരണം ഇടതുമുന്നണി സർക്കാർ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനൊപ്പം UDF-ഉം ഉണ്ടാകുമെന്ന്, കോൺഗ്രസും ഉണ്ടാകുമെന്ന് KC വേണുഗോപാൽ പോലും വ്യക്തമാക്കി. എന്നാൽ BJP പറയുന്നത് ഇങ്ങനെ L3 കാറ്റഗറിയിൽ, ലെവൽ 3 കാറ്റഗറിയിൽ പ്രഖ്യാപിക്കുന്നതല്ലാതെ ദേശീയ ദുരന്തമായി ഒരു ദുരന്തവും പ്രഖ്യാപിക്കുന്ന പതിവില്ല, ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്ന സാധ്യതയില്ല. കേരളത്തിന് എന്തെങ്കിലും പ്രത്യേക പാക്കേജുകൾ വേണമെങ്കിൽ ആ പാക്കേജിന് വേണ്ടിയുള്ള പ്രത്യേക മെമ്മോറാണ്ടം സമർപ്പിക്കേണ്ടതുണ്ട്. ഒരു പാക്കേജും സമർപ്പിക്കാതെ പ്രത്യേക ഫണ്ട് വേണം എന്നാവശ്യപ്പെടുന്നതിനുള്ള ഒരു പ്രതികരണമാണ് BJPയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അല്പം മുമ്പ് ദേശീയ നിർവാഹക സമിതി അംഗവും മുൻ മന്ത്രിയുമായിട്ടുള്ള V മുരളീധരനും ഇതേ രീതിയിലാണ് പ്രതികരിച്ചിട്ടുള്ളത്. ശരി, ദേശീയ ദുരന്തം എന്നൊരു കാറ്റഗറി ഇപ്പോഴില്ല എന്നുള്ള ഒരു ന്യായം അത് നേരത്തെ സംസ്ഥാനം അംഗീകരിച്ചിട്ടുള്ളതാണ്. പക്ഷേ L3 കാറ്റഗറി അതിലേക്ക് പെടുത്തുന്നില്ല എന്നുള്ളതാണ്. അതിതീവ്ര ദുരന്തമാണോ എന്നുള്ളത് ഇനിയും പരിശോധിക്കേണ്ടതുണ്ട്. അതിനായിട്ടുള്ള യോഗം പോലും ചേർന്നിട്ടില്ല എന്നാണ് കേന്ദ്രം ഇപ്പോൾ കോടതിയിൽ പറയുന്നത്. അതിനോട് എങ്ങനെയാണ് സംസ്ഥാനത്തെ BJP നേതാക്കൾ പ്രതികരിക്കുന്നത്? ഈ L3 കാറ്റഗറിയിൽ പെടുത്താത്തതിനെ നേരിട്ട് പ്രതികരിക്കാൻ അവർ തയ്യാറായിട്ടില്ല. രണ്ട് വാദങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. ഒന്ന്, നേരത്തെ സ്മൃതി സൂചിപ്പിച്ച പോലെ തന്നെ ദേശീയ ദുരന്തം എന്ന് പറയുന്ന ഒരു പദവി ഒരു ദുരന്തത്തിനും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് V മുരളീധരൻ പറഞ്ഞത്. മറ്റൊന്ന്, ഇത് പരിഗണനയിലാണ്, ഹൈ ലെവൽ കമ്മിറ്റിയുടെ പരിഗണനയാണ്. സ്വാഭാവികമായിട്ടും ആ കമ്മിറ്റി യോഗം ചേർന്നൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ട്. അങ്ങനെ ഒരു തീരുമാനം പൂർണ്ണമായും എത്തിയിട്ടില്ലല്ലോ എന്നുള്ളതാണ് മറ്റൊരു മറുപടി. മാത്രമല്ല, ഇപ്പോൾ STRF-ൻ്റെ ഫണ്ടിലേക്ക്, ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൻ്റെയും സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് കൊടുത്തിട്ടുള്ള 786 കോടി രൂപ ആ പണം ചെലവാക്കിയിട്ടില്ലല്ലോ. മറ്റൊരു പണം, ചെലവാക്കാത്ത പണം കൂടുതൽ എന്തിനാണ് ആവശ്യപ്പെടുന്നത്? എന്തെങ്കിലും കൂടുതൽ ചെലവുകളുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായ പാക്കേജുകൾ സമർപ്പിക്കാതെ എങ്ങനെയാണ് ഫണ്ട് ലഭിക്കുക? തുടങ്ങിയ വാദങ്ങളാണ് ഇപ്പോൾ BJPയുടെ ഭാഗത്തുനിന്ന് മുന്നോട്ട് വെക്കുന്നത്. ശ്യാംദേവ് രാജിലേക്ക് ഒരിക്കൽ കൂടി